ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമുക്കിന്ന് രാത്രികാലം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ കഫർന്നഹൂമിലേക്ക് പോയി. ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവൻ്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസറായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആര് എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടു പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അവൻ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാട് എങ്ങും പരന്നു. സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ചിന്തിക്കുവാനായി അവിടുന്ന് തന്ന ഈ വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ്, ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ, ഇതിൻ്റെ കർത്താവാർത്ഥങ്ങളും കർത്താവ് ഞങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നി ഈ വചനത്താൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രികാലം അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം വായിച്ചു കേട്ടത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒരു പാരഗ്രാഫ് മുഴുവനുമാണ് നാം വായിച്ചത്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പാരഗ്രാഫ് മുഴുവനും എടുത്ത് അത് പറയുന്നതിന് എക്സ്പോസിറ്ററി സെർമൺ എന്ന് പറയും. 4 തരത്തിലുള്ള സെർമണുണ്ട്. ഒന്ന് ബയോഗ്രാഫിക്കൽ സെർമൺ, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ചോ മാത്രം പ്രസംഗിക്കുന്നതിന് ബയോഗ്രാഫിക്കൽ സെർമൺ. പ്രത്യേകിച്ച് നമ്മൾ ജോസഫിൻ്റെ കാര്യമാണോ അല്ലെങ്കിൽ ദാവീദിൻ്റെ കാര്യമാണോ അല്ലെങ്കിൽ ഗലീലയെക്കുറിച്ചോ യെരുശലേമിനെക്കുറിച്ചോ ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നതിനെ ബയോഗ്രാഫിക്കൽ സെർമൺ എന്ന് പറയും. പിന്നെ ടെക്സ്ച്വൽ സെർമണുണ്ട്. ടെക്സ്റ്റിനകത്തുനിന്ന് ചില ഭാഗങ്ങളെ പല ഭാഗങ്ങളെ എടുത്തുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുന്നതിന് ടെക്സ്ച്വൽ സെർമൺ. അതുപോലെ ടോപ്പിക്കൽ സെർമണുണ്ട്. ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന് ടോപ്പിക്കൽ സെർമൺ. നമ്മളിപ്പോൾ എടുത്തത് എക്സ്പോസിറ്ററി സെർമണാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു പാരഗ്രാഫ് മുഴുവൻ വായിക്കേണ്ടതായി വന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ വായിച്ചു കേട്ട ഈ വാക്യങ്ങളുടെ ആകെ തുകയായിട്ട് നമ്മൾ ഇതിനൊരു ഹെഡിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രകാരം കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ തിരുസാന്നിധ്യത്തിന് മുമ്പിൽ വിറയ്ക്കുന്ന അന്ധകാര ശക്തികൾ. ഹല്ലേലൂയ. അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. ഹല്ലേലൂയ. യേശു സംസാരിക്കുന്നത് വളരെ അതോറിറ്റിയോട് കൂടിയാണ്. യേശുവിനത് കഴിയും. അല്ലാതെ റിച്വലായിട്ടല്ല യേശു സംസാരിക്കുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരുമൊക്കെ സംസാരിച്ചത്, സിനഗോഗുകളിലൊക്കെ വന്ന് സംസാരിക്കുന്നത് വെറും റിച്വലായിട്ടുള്ള സംസാരമാണ്. കേട്ട് കഴിഞ്ഞാൽ നല്ല പ്രസംഗം, ആര് കേട്ടാലും ഇപ്രകാരം പറയുള്ളൂ, നല്ല പ്രസംഗം. കാരണം അത് പഴയ നിയമ പുസ്തകങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ റെഫറൻസ് വെച്ച് അവർ സംസാരിക്കുന്നു. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതുപോലെ കാണാതെ അവർ സംസാരിക്കുന്നു. എന്തൊരു ഓർമ്മശക്തി, എന്തൊരു ജ്ഞാനം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഹല്ലേലൂയ. എന്നാൽ ആ പ്രസംഗത്തിൽ ഒരു പവറില്ല. അപ്പോൾ അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ യേശുവിൻ്റെ ഇതുപോലത്തുള്ള പ്രസംഗങ്ങൾ അവർ കേൾക്കുന്നത്. യേശു പ്രസംഗിച്ചതിൽ അവർ ഭയങ്കര പവറുള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പിശാചുക്കളും ഹല്ലേലൂയ സ്പിരിച്വൽ അതോറിറ്റി തന്നെയാണ് അവർ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ റിലീജിയസ് ആക്ടിവിറ്റീനെ, റിലീജിയസ് ആയിട്ടുള്ള അതോറിറ്റീനെ അവർ ഭയപ്പെടുകയില്ല. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 19:13-16 വാക്യത്തിൽ നമ്മളവിടെ കാണുന്നുണ്ട്, ദേശാന്തരികളായി നടന്ന മന്ത്രവാദികളായി നടന്ന ചില യഹൂദന്മാർ, അതിൽ സ്കേവ മഹാപുരോഹിതൻ്റെ 7 മക്കളും ഉണ്ടായിരുന്നു. അവർ പിശാച് ബാധിച്ച ഒരുവൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് പറഞ്ഞു, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ. ഹല്ലേലൂയ. പിശാച് ചോദിച്ചു, ഞങ്ങൾ യേശുവിനെ അറിയും, പൗലോസിനെ അറിയും, നീ ആര്?
എന്ന് പറഞ്ഞ് അവൻ്റെ മേൽ ചാടി വീഴുവാൻ ഇടയായി തീർന്നു. അവർക്കൊക്കെ ഒരു റിച്വലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രസംഗിക്കാനോ ശുശ്രൂഷ ചെയ്യാനോ കഴിയുള്ളൂ. അത് പിശാച് അംഗീകരിക്കില്ല. മറ്റൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, പണ്ട് കാലത്ത് എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു പശുവിനെ വാങ്ങിച്ചു. അപ്പോൾ ഒരു പശു ഉണ്ട് അവിടെ, അതിന് കറവ വളരെ കുറവാണ്. അപ്പോൾ നല്ല കറവയുള്ള ഒരു പശുവിനെ വാങ്ങിക്കുവാൻ തീരുമാനിച്ചു. ഏതാണ്ട് 71 കാലഘട്ടത്തിലെ കാര്യമായത്. അപ്പോൾ പശു വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല കറവ കിട്ടുന്നില്ല. അപ്പോൾ എന്തു ചെയ്തു, അമ്മയുടെ ബന്ധുക്കളൊക്കെ അവിടെ പരിസരത്തുണ്ട്. അവർ പറഞ്ഞു, പിറവം പള്ളിയിൽ പോയി ഒരു നേർച്ച കഴിക്കുക, അപ്പോൾ പശുവിന് കറവ് കിട്ടും. ഇതേതോ പിശാച് കൂടിയിരിക്കുക. അമ്മ ആ വിചാരത്തോടു കൂടി പിറവം പള്ളിയിൽ പോയി നേർച്ച കഴിക്കാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ സെക്രട്ടറിമാരും അവിടുത്തെ ചീട്ടെഴുതി കൊടുക്കുന്നവരൊക്കെ പറഞ്ഞു, നേർച്ച കഴിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച പിറവം പള്ളിയുടെ ഒരു പെരുന്നാൾ അങ്ങ് പാഴൂർ മുതൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പടിയിൽ കൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ തൊഴുത്തും ആ റോഡിലേക്ക് ഫേസ് ചെയ്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അപ്പോൾ അന്ന് ഈ പ്രൊസഷൻ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഈ കഥന നിറച്ച് വെക്കുന്ന ആൾക്കാർ ഈ പ്രൊസഷൻ്റെ ഫ്രണ്ടിൽ നടക്കും. അവർ ഓരോ വീടിൻ്റെ പടിക്കൽ, ഇങ്ങനെ നേർച്ച കൊടുത്തിട്ടുള്ള ഓരോ വീടിൻ്റെ പടിക്കൽ ചെല്ലുമ്പോൾ ഈ വെടി പൊട്ടിക്കും. അന്ന് ഒരു വെടിക്ക് 25 പൈസയാണ്. 25 പൈസ നല്ലൊരു എമൗണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു 3 വെടി പൊട്ടിച്ചാൽ പശുവിനെ ബാധിച്ചിരിക്കുന്ന ബാധകളങ്ങ് മാറും, പിന്നെ അതിന് നന്നായിട്ട് പാല് കിട്ടുമെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മാതാവ് അവർക്ക് പൈസയും കൊടുത്ത് ചീട്ട് എഴുതി വന്നു. അടുത്ത ആഴ്ചയിൽ ഈ പ്രൊസഷൻ റോഡിൽ കൂടെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ വീടിൻ്റെ പടിക്കലെത്തിയപ്പോൾ അവർ പറഞ്ഞ പോലെ 3 കഥനാ വെടി പൊട്ടിച്ചു. ആദ്യത്തെ വെടി പൊട്ടിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും പശുവിനെ നോക്കി. അത് വല്ലാതെ വിറച്ച് ഒന്ന് തുള്ളിച്ചാടി. രണ്ടാമത്തെ വെടി പൊട്ടിച്ചപ്പോൾ അത് ആ കയർ പൊട്ടിച്ച് ഓടുവാൻ ശ്രമിക്കുക. മൂന്നാമത്തെ വെടി പൊട്ടിയപ്പോൾ പശു അത് തളർന്ന് താഴെ വീണു. അത് ഓടിപ്പോകാൻ കയർ പൊട്ടിക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല, പക്ഷെ അത് താഴെ വീണു. അപ്പോൾ എല്ലാവരും കരുതി അതിൻ്റെ ബാധ വിട്ടുപോയി, ഇനി നാളെ മുതൽ നല്ല പാല് കിട്ടും എന്ന് പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു. അത് 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഭൂട്ടോ ആയിരുന്നു. ഭൂട്ടോ ഇന്ത്യ പട്ടി എന്ന് വിളിക്കുവാനിടയായി തീർന്നു. അപ്പോൾ എൻ്റെ അപ്പൻ ഒരു രാജ്യസ്നേഹി ആയതുകൊണ്ട് പുള്ളി, എൻ്റെ അപ്പൻ അന്ന് എവിടെയോ പോയൊരു നല്ലൊരു പട്ടിയെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കെട്ടിയിരുന്നു. അവൻ്റെ പേര് ഭൂട്ടോ എന്നിട്ടു. ഈ ഭൂട്ടോ അവൻ വളരെ നല്ലൊരു പട്ടിയാണ്. ആ കാലത്ത് അത്രയും നല്ലൊരു പട്ടി എങ്ങും കാണാനില്ല. ആൾക്കാർക്കും നാട്ടുകാർക്കൊക്കെ അവനെ വലിയ സ്നേഹമായിരുന്നു. ഇവനെ അവിടെ ഈ പ്രൊസഷൻ വന്നപ്പോൾ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇവൻ ഈ വെടിയൊച്ച കേട്ടോണ്ട് ഇവൻ എവിടെയോ തുടലും പൊട്ടിച്ച് ഇവൻ പോയി. പിന്നെ അവനായിട്ട് കണ്ടിട്ടുമില്ല. ഹല്ലേലൂയ. ഈ പശുവിൻ്റെ കഥ അത് പേടിച്ചോടിപ്പോയി. ജോർജ് വാസ്റ്റിനും പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ മാത്യൂസിനൊക്കെ പിറവംപള്ളിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഹല്ലേലൂയ. ഞാൻ കുറ്റം പറയുന്നതല്ല, ഒരു റിച്വലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അടുത്ത ദിവസം രാവിലെ അമ്മ വളരെ പ്രതീക്ഷയോടുകൂടി പശുവിനെ കറക്കാൻ പാത്രവുമായി ചെന്നു. പശു ആദ്യം ഒരൊറ്റ തൊഴി കൊടുത്തു, ആ പാത്രം ചളങ്ങിപ്പോയി. രണ്ടാമത് വീണ്ടും ഒന്ന് ശ്രമിച്ചു, ആ തൊഴി അമ്മയ്ക്കിട്ടുമാണ് കിട്ടിയത്. അങ്ങനെ പിന്നെ ആ പശുവിനെ കറന്നിട്ടില്ല. പിന്നെ ആ പശുവിനെ വിൽക്കേണ്ടതായി വരുവാനിടയായി തീർന്നു. ഇതാണ് നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ ഭൂതങ്ങൾ അനുസരിക്കുകയില്ല. ഹല്ലേലൂയ. അതാണ് സ്കേവ മഹാപുരോഹിതൻ്റെ 7 മക്കൾ ചെയ്തത്. ആ സാത്താൻ്റെ ശക്തികൾ അത് അംഗീകരിച്ചില്ല. അവരുടെ മേൽ ആ 7 പേരുടെ മേലും ഈ ഒരു മനുഷ്യൻ, അവനിൽ അനേക ഭൂതങ്ങളുണ്ടായിരുന്നു. അവൻ ചാടി വീണ് അവരെ മുറിവേറ്റവരും വസ്ത്രമില്ലാത്തവരുമാക്കി കളഞ്ഞ് അവർ ഓടിപ്പോകുവാനും ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ പിശാചിനോട് സംസാരിക്കുമ്പോൾ റിച്വലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. ചില പാസ്റ്റർമാരൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, ഹല്ലേലൂയ, നീ എവിടെ നിന്ന് വന്നതാണ്, നിൻ്റെ പേരെന്താണ്, നീ എപ്പോൾ വന്നു കയറി, നീ എന്തിനു വന്നു കയറി, ഇതൊന്നും യേശു ചോദിച്ചില്ല അവരോട്. ഹല്ലേലൂയ. യേശു ഒരൊറ്റയ്ക്കൊരു വാക്കേ പറഞ്ഞുള്ളൂ, അവനെ വിട്ടുപോകും. ഹല്ലേലൂയ. കാരണം യേശുവിന് അധികാരമുണ്ട്. അതുകൊണ്ട് യേശു അപ്രകാരം പറഞ്ഞപ്പോൾ ആ പിശാച് അവനെ വിട്ടുപോകുവാൻ ഇടയായി തീർന്നു.
23 വാക്യത്തിലേക്ക് വരുമ്പോൾ, അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആര് എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഈ സിനഗോഗ്, അതായത് ഇത് യഹൂദന്മാർ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് സിനഗോഗ്, അല്ലെങ്കിൽ അവരുടെ പള്ളി എന്ന് പറയുന്നത്. യെരുശലേം പള്ളി അല്ല ഇത്. യെരുശലേം പള്ളി ഒന്നേ ഉള്ളൂ. ആ പള്ളി 70 റോമൻ ചക്രവർത്തി ആയിരുന്ന ടൈറ്റസ് അത് പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അതിൻ്റെ ഫൗണ്ടേഷൻ പോലും 2 ആനകളെ കൊണ്ട് കലപ്പ വെച്ച് പൂട്ടിച്ച് അത് മുഴുവനും നശിപ്പിച്ച് കളയുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ അടിയിൽ ഈ യഹൂദന്മാരുടെ ഈ യെരുശലേം ദേവാലയത്തിൽ വല്ല സമ്പത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ, സ്വർണ്ണ വെള്ളിയോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അത് കലപ്പ് കൊണ്ട് ഉഴുതും മറിച്ച്, യേശുക്രിസ്തു പറഞ്ഞ പോലെ ഇത് കല്ലിന്മേൽ കല്ല് കാണാതെ വണ്ണം ഇത് നശിച്ചു പോകുമെന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ അതുപോലെ സംഭവിക്കുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം ഇന്ന് വരെയും അവർക്കൊരു ദേവാലയമില്ല. അവർ ആരാധിക്കുന്ന ഇതുപോലുള്ള സിനഗോഗുകളിലാണ്. എന്നാൽ ഈ സിനഗോഗ് എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിറ്റി സെൻ്റർ ഒന്നുമല്ല, അതൊരു മാർക്കറ്റ് പ്ലേസ് അല്ല, അത് പബ്ലിക് പ്ലേസുകളൊന്നുമല്ല. അവിടെ വരുന്നവർ വളരെ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി അവിടെ വരുന്നത്. അത് വളരെ വിശുദ്ധമായ സ്ഥലമാണ്. ഹല്ലേലൂയ. അപ്രകാരമുള്ള സ്ഥലത്ത് ഇവിടെ നമ്മൾ കാണുന്ന ഒരു ദുരാത്മാവ് അവിടെ ഉണ്ടായിരുന്നുവെന്ന്. ഹല്ലേലൂയ. നമ്മൾ പണ്ടൊക്കെയും നമ്മൾ വീട് പണിയുമ്പോൾ നമ്മളതിൻ്റെ വരാന്തയും ആ മുറികളുമെല്ലാം നമ്മൾ സിമൻറ്റ് ചാന്ത് ചെയ്ത് മിനുക്കിയെടുക്കുമായിരുന്നു. റെഡ് ഓക്സൈഡോ അല്ലെങ്കിൽ ബ്ലാക്ക് ഓക്സൈഡോ ഇട്ട് നമ്മളത് മിനുക്കിയെടുക്കും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മിനുസമായിട്ട് കിടന്നാൽ ഇഴജന്തുക്കളൊന്നും കയറുകയില്ല എന്നൊരു വിശ്വാസത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ സ്ഥാനം മാർബിളായി, പിന്നെ ഗ്രാനൈറ്റായി, അങ്ങനെ അതിനേക്കാൾ മിനുസമുള്ള വുഡ് ഫ്ലോറായി, അങ്ങനെ പല കാര്യങ്ങൾ ആയെങ്കിലും ഈ പാമ്പുകൾ ഏറ്റവും മിനുസമായിട്ട് കിടക്കുന്ന പ്രതലത്തിൽ പോലെ ഇഴഞ്ഞു കയറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ഈ സിനഗോഗിൽ ഒരു അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അതുവരെ ആരും അറിഞ്ഞില്ല. ആ അശുദ്ധാത്മാവ്, ആ മനുഷ്യന് ഈ അശുദ്ധാത്മാവുമായിട്ടാണ് ആ സിനഗോഗുകളിൽ സാധാരണ വരാറുണ്ടായിരുന്നത്. ആ മനുഷ്യൻ വരുമ്പോൾ ഈ അശുദ്ധാത്മാവ് ആ സിനഗോഗിൽ വരുമായിരുന്നു. അതാരും അറിഞ്ഞില്ല. എന്നാൽ അധികാരപ്പെട്ടവൻ വന്നപ്പോൾ, യേശു വന്നപ്പോൾ പിശാച് വിറയ്ക്കുവാൻ ഇടയായിത്തീർന്നു. അവൻ നിലവിളിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. നമ്മൾ ആ സമയത്ത് അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഈ എഫെസോസിലെ ഡയാന ദേവിയുടെ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് കേട്ടിട്ടുണ്ട്. അർത്തമിസ് ദേവിയുടെ ക്ഷേത്രം അല്ലെങ്കിൽ ഡയാന ദേവിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത് അത് വളരെ പ്രസിദ്ധമാണ്. അത് 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. അത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ പണികളൊക്കെ. അത് 2-3 പ്രാവശ്യം തീ കൊണ്ട് കത്തിപ്പോവുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും വീണ്ടും പുതുക്കി പണിത് ഏതാണ്ട് AD 350 വരെ അത് നിലനിർത്തിയിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതും സിനഗോഗും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സിനഗോഗ് എത്രയോ വിശുദ്ധമാണെന്നറിയാമോ? ഹല്ലേലൂയ. ഈ എഫെസോസ് ക്ഷേത്രത്തിൽ അവിടെ നടക്കുന്നതെല്ലാം ദേവദാസി സമ്പ്രദായം അനുസരിച്ചുള്ള അശുദ്ധി അവിടെ നടക്കുമായിരുന്നു. അത് തന്നെയുമല്ല, ലോകത്തിൻ്റെ ഏത് സ്ഥലങ്ങളിലും എത്ര കഠിന കുറ്റം ചെയ്ത കൊലപാതകൾ, 10-100 പേരെ കൊന്ന കൊലപാതകളാണെങ്കിലും ഈ എഫെസോസിൽ ഈ ക്ഷേത്ര പരിസരത്ത് വന്നു കഴിഞ്ഞാൽ അവനെ അവിടുന്ന് ഒരു പോലീസിനും അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പട്ടാളത്തിനും പിടിക്കാൻ പറ്റിയല്ല. ആ ക്ഷേത്രത്തിനകത്തെത്തിയോ അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് അവിടുത്തെ നിയമം. ഹല്ലേലൂയ. അങ്ങനെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വലിയ കഠിനമായ കുറ്റവാളികൾ കുറ്റം ചെയ്തിട്ട് അവർ രക്ഷപ്പെടുവാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് ഈ എഫെസോസിൽ ഈ ഡയാന ദേവിയുടെ ക്ഷേത്രത്തിൽ വന്നുപെടുക. അങ്ങനെ അപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തും അതിൻ്റെ പരിസരത്ത്, എഫെസോസിൻ്റെ പരിസരത്ത് മുഴുവനും ഇപ്രകാരമുള്ള കഠിനമായ കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ക്ഷേത്രങ്ങളിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള പത്രവാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ മുസ്ലിം മോസ്കുകളിൽ നിന്ന് ബോംബുകൾ പോലും കണ്ടുപിടിച്ചിട്ടുള്ള, അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന അവിടെയാണ്. അങ്ങനെയുള്ളത്. അതുപോലെ നമ്മുടെ ഗുരുദ്വാര, ഈ സിഖുകാരുടെ പള്ളികളിൽ, ക്ഷേത്രങ്ങളിൽ ഒക്കെയും വാളുകൾ സൂക്ഷിക്കും അവർ. അപ്പോൾ ഇത്തരത്തിലുള്ള ആയുധങ്ങളും അനാചാര പ്രവൃത്തികളൊക്കെ, അനാശാസ്യ പ്രവൃത്തികളൊക്കെ നടക്കുന്ന ഈ ക്ഷേത്രങ്ങളെക്കാൾ അല്ലെങ്കിൽ മോസ്കിനേക്കാൾ എത്രയോ വിശുദ്ധമാണ് ഈ സിനഗോഗ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ.
അവിടെ പോലും ഒരു ദുരാത്മാവ് ഒളിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദുരാത്മാവുള്ള ഒരു മനുഷ്യന് അവിടെ ഉണ്ടായിരുന്നു. ഹാലേലുയ. എന്നാൽ അതിലേക്ക് ഒരു ശരിയായ അതോറിറ്റി, ആ പിശാചിൻ്റെ മേലെ അധികാരമുള്ള ഒരുവൻ വരുമ്പോൾ അവൻ വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 8:17 പറയുന്നുണ്ട്, ഒന്നും വെളിപ്പെടാതെ വരികയിരിക്കില്ല, ഗൂഢമായിരിക്കുന്ന വെളിച്ചത്ത് വരുമെന്ന് പറയുന്നു. ഹാലേലുയ. യേശു വന്നപ്പോൾ ആ പിശാചിന് അവിടെ മറഞ്ഞിരിക്കാൻ കഴിയില്ല. കാരണം യേശുവിന് അധികാരമുണ്ട് പിശാചിൻ്റെ മേലെ. അതുകൊണ്ട് അവൻ നിലവിളിച്ചു, അവൻ അറിഞ്ഞു ഇതാരാ വന്നതെന്ന് അവൻ അറിഞ്ഞു. ഹാലേലുയ. ഇനി മത്തായിയുടെ സുവിശേഷം 13:33 പറയുന്നു. ഹാലേലുയ. പുളിച്ച മാവ് ഒരു സ്ത്രീ എടുത്ത് അതിൻ്റെ കൂടെ 2 പറ മാവോടെ ചേർത്ത് അത് കുഴച്ച് വെച്ചു, അത് മുഴുവനും പുളിക്കുന്നത് വരെ കുഴച്ച് വെച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഹാലേലുയ. അപ്പോൾ ആദ്യം കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ. ആ മാവ് മറ്റ് വേറെ കുറച്ച് മാവും കൂടി അതിലേക്ക് ചേർത്ത് കുഴച്ചപ്പോൾ ആ മുഴുവൻ മാവും കൂടി പുളിക്കുവാൻ ഇടയായി തീർന്നു. നസറായനായ യേശു ആ സിനഗോഗിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഹാലേലുയ, നാം ചിന്തിക്കുക, അതൊരു പുളിച്ച മാവ് പോലെ, ആ കുറച്ച് പുളിച്ച മാവ് പോലെ യേശു ക്രിസ്തു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നൊരു ശക്തി, അവനിൽ നിന്നൊരു ശക്തി അവിടെയെല്ലാം പുറപ്പെടുകയാണ്. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന, ആ സിനഗോഗിനകത്തുണ്ടായിരുന്ന സകലരുടെ മേലും അവൻ്റെ ശക്തി അതിങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മാവ് പുളിച്ചത്, മുഴുവൻ മാവും പുളിച്ചതുപോലെ അവൻ്റെ ശക്തി ആ സിനഗോഗ് മുഴുവൻ നിറഞ്ഞപ്പോൾ അതൊരു വലിയ അഗ്നിയായി തീരുവാനിടയായി തീർന്നു. ആ അഗ്നിക്കകത്ത് ഒരു പിശാചിന് നിൽക്കുവാൻ കഴിയില്ല. ഹാലേലുയ. ഹാലേലുയ. നമുക്കറിയാം, നമ്മൾ നാട്ടിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ രാത്രിയിൽ ഈയാമ്പാറ്റകൾ പറന്നു വന്ന് ഈ വിളക്കിനടുത്തേക്ക് വന്നിട്ട് ആ വിളക്കിൻ്റെ അതിൻ്റെ തീ കൊണ്ട് അത് കത്തിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ യേശുവിൻ്റെ അടുത്ത് ഒരു പിശാചിന് നിൽക്കുവാൻ കഴിയില്ല. സാത്താന് യേശുവിൻ്റെ അടുക്കൽ വന്നാൽ അവൻ വിട്ടുപോകുവാൻ, അല്ലെങ്കിൽ അവൻ തകർന്നു പോകുവാൻ ഈയിടെയായി തീരും. അതാണ് നാം അവിടെ കണ്ടത്. ഇനി 24 വാക്യത്തിൽ അവൻ നിലവിളിച്ചു, നസറായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഹാലേലുയ. 25 യേശു അതിനെ ശാസിച്ച്, മിണ്ടരുത്, അവന് വിട്ടുപോക എന്ന് പറഞ്ഞു. ഹാലേലുയ. 26 വാക്കിൽ അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് വിട്ടുപോയി. ഹാലേലുയ. അപ്പോൾ ഈ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് വിട്ടുപോകുവാൻ ഈയിടെയായി തീർന്നു. അപ്പോൾ ഈ അശുദ്ധാത്മാവ് യേശു വന്നപ്പോൾ യേശുവിനെ അവൻ തിരിച്ചറിഞ്ഞു. യേശു ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. യേശുവിനെ തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രം, ഹാലേലുയ, യേശുവിൽ അവൻ സബ്മിറ്റ് ചെയ്യില്ല. റിക്കഗ്നിഷൻ ഈസ് നോട്ട് സബ്മിഷൻ. തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം അതൊരു സബ്മിഷനായി തീരുകയില്ല. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുറ്റവാളികളായിട്ടുള്ള പലരും, ഹാലേലുയ, ഭീകരവാദികളായിട്ടുള്ള പലർക്കും യേശുവിനെ അറിയാം. ഹാലേലുയ. യേശുവിനെ അറിയാമെന്നുള്ളത് കൊണ്ട് അവരെ യേശുവിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയില്ല. ഹാലേലുയ. യാക്കോബ് അപ്പോസ്തലൻ്റെ പുസ്തകം 2:19 പറയുന്നു, ദൈവം ഏകനെന്ന് പിശാചുക്കളും അറിയുന്നു. ഹാലേലുയ. ഹാലേലുയ. എന്നാൽ പിശാച് വിറയ്ക്കുകയും ചെയ്യുന്നു, വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. യേശു ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന പിശാചുകൾ. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല, അവർ സബ്മിറ്റ് ചെയ്യുകയില്ല. ഹാലേലുയ. യേശു ദൈവമെന്ന് വിശ്വസിക്കുന്നവർ യേശുവിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നവരായി തീരണം. എന്നെങ്കിൽ മാത്രമേ ഒരു വിടുതൽ ലഭിക്കുവാനിടയായി തീരുള്ളൂ. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പാകിസ്ഥാനിലും പലസ്തീനിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഭീകരവാദികളായിട്ടുള്ളവർ, ദൈവത്തെ അറിയാതെ നടക്കുന്നവർ, യേശു കർത്താവെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നില്ല? അവരൊക്കെയും കർത്താവിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാലം വരും. ഹാലേലുയ. അവർ സബ്മിറ്റ് ചെയ്തതായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അങ്ങനെയുള്ളവർ. ഹാലേലുയ. അതുപോലെ ഹാലേലുയ, യേശുവിൻ്റെ മുമ്പിൽ വന്ന പിശാച്, ഹാലേലുയ, അവൻ ആ മനുഷ്യനെ അവിടെ തള്ളിയിട്ടുകൊണ്ട് അശുദ്ധാത്മാവ് അവനെ ഇഴച്ച്
നിലവിളിച്ച് അവന് വിട്ടുപോകുവാൻ ഇടയായി തീർന്നു. യേശുവിൻ്റെ മുമ്പിൽ നിന്ന് അവന് പോകാതിരിക്കാൻ കഴിയുകയില്ല. കൊലോസ്യൻസ് 2:15 പറയുന്നത് പോലെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെച്ച് കീഴടക്കി അവരെ കാൽവരി ക്രൂശിൽ പരസ്യ കാഴ്ചയാക്കിയവനാ വന്നു നിൽക്കുന്നത്. ഹല്ലേലൂയ. അവൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ ഓടിപ്പോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. 27-ാമത്തെ വാക്യം, എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാവിനോട് കൽപ്പിക്കുന്നു, അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാട് എങ്ങും പരന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്. അതുപോലെ ആ പൗലോസ് ചെയ്യുന്ന പ്രവൃത്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ കണ്ടുകൊണ്ട് പൗലോസിൻ്റെ മേലുള്ള ഉത്തിരിയും റൂമാലും എടുത്തുകൊണ്ടുപോയി രോഗികളുടെ മേൽ കൊണ്ട് ഇടുമ്പോൾ അവർ സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. പൗലോസ് തൻ്റെ കഴിവ് കൊണ്ടല്ല അത് ചെയ്യുന്നത്, യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെ യേശുവിൻ്റെ നാമം അവിടെയെല്ലാം പതുക്കെ പതുക്കെ പ്രചരിക്കുവാൻ തുടങ്ങി, സ്പ്രെഡാകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 13:31-32 പറയുന്നത് പോലെ കടുകുമണി വിത്തുകളിൽ ഏറ്റവും ചെറുതാണെങ്കിലും അത് വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലിയ ചെടിയായി തീരുവാൻ ഇടയായി തീരും. അങ്ങനെ കർത്താവിൻ്റെ നാമം അന്ന് അവിടെ ഒരു കടുകുമണി പോലെ മാത്രമേ അറിയപ്പെടുമായിരുന്നുള്ളൂ. എന്നാൽ അത് പതുക്കെ വളർന്ന് 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 ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകം മുഴുവനും, യെരുശലേമിലും ശമര്യയിലും യഹൂദയിലും എല്ലായിടത്തും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് നിറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ നാമം പല സ്ഥലത്തും പ്രചരിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ, കർത്താവ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ മാവ് കുഴച്ച അനുഭവം പോലെ കർത്താവ് വരുമ്പോൾ അവൻ്റെ ശക്തി നമ്മളിൽ ഓരോരുത്തരിലേക്കും അത് വന്ന് പ്രതിഫലിക്കുമ്പോൾ നമ്മളുടെ ഹല്ലേലൂയ എല്ലാ ആത്മീയമായ മാറ്റങ്ങൾ, ആത്മീയമായ വ്യത്യാസങ്ങൾ വരുവാൻ ഇടയായിത്തീരും. 12 വർഷക്കാലമായി രക്തസ്രവത്തിൽ കിടന്ന ഒരു സ്ത്രീയെ ഹല്ലേലൂയ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുവാൻ ഇടയായി തീർന്നു. അവൾ തൊട്ടപ്പോൾ ഹല്ലേലൂയ അവനിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. അതാരും കണ്ടില്ല. ആ ശക്തി അവളുടെ രോഗം മാറ്റുവാൻ ഇടയായി തീർന്നു. യേശു അതറിഞ്ഞു. ഹല്ലേലൂയ. എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ യേശു നമ്മുടെ ഇടയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ യേശു വരുമ്പോൾ നമ്മൾ രോഗങ്ങളായിട്ടുള്ളവർ സൗഖ്യമാകുവാൻ ഇടയായി തീരും. ആ യേശു വരുമ്പോൾ നമ്മുടെ എല്ലാ ബന്ധനങ്ങളും മാറുവാൻ ഇടയായി തീരും. ആ യേശു വരുമ്പോൾ നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീസസ്, യു ആർ ദ ലോർഡ് ഓവർ മൈ ലൈഫ്. I reject enemies hold. Hallelujah. I reject enemies hold. I hate devils. In the name of Jesus, I command every unclean spirit come out. Every spirit of fear, every spirit of infirmity, every spirit of addiction, and every spirit of lust, and every spirit of confusion come out. Your assignment is broken. Hallelujah. Be silent and depart from here. Hallelujah. സ്തോത്രം കർത്താവേ, പരിശുദ്ധനായ ദൈവമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ബ്ലഡ് സാത്താന്യ ശക്തികളെ നിനക്കെതിരെയാണ്. ഹല്ലേലൂയ. The blood of Jesus. Hallelujah. You come out from the synagogue. You come out from our congregation. Hallelujah. കർത്താവേ, ഈ വചനങ്ങളാൽ ഞങ്ങൾ ഓരോരുത്തരും അവിടുന്ന് അനുഗ്രഹിച്ചു ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen. 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 Praise the Lord.